നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും എയറിലായിരിക്കുകയാണ്. അദ്ദേഹം US സന്ദർശനത്തിലാണ്. അവിടുത്തെ ബോസ്റ്റൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സംവാദത്തിനിടയിൽ ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനം സുതാര്യമല്ലെന്നും ജനാധിപത്യ രീതിയിലുള്ള ഒരു ഇലക്ഷൻ അല്ല ഇവിടെ നടക്കുന്നതെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ചാണ് അദ്ദേഹം അവിടെ വിമർശിച്ചത്. വൈകുന്നേരം 5:30-നും 7:30-നും ഇടയ്ക്ക് ഏകദേശം 65 ലക്ഷം ജനങ്ങളാണ് വോട്ട് ചെയ്തത്. എന്നാൽ പ്രായോഗികമായി ഇത് സാധ്യമല്ല. ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാൻ ഏകദേശം 3 മിനിറ്റ് സമയം വേണം. അപ്പോൾ ഇത്രയും പേർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടർമാരുടെ നിര പുലർച്ചെ 2 മണിവരെയെങ്കിലും നീളും. അതുണ്ടായിട്ടില്ല. ഇതിൻ്റെ വീഡിയോഗ്രാഫി കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ നിയമം തന്നെ എടുത്ത് മാറ്റിക്കളഞ്ഞെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഇത്തരം പരാതികളൊക്കെ എവിടെയാണ് ചെന്നിരുന്ന് പറയുന്നത്? വിദേശ രാജ്യത്തെ വിദ്യാർത്ഥികളോട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും മാതൃകയാക്കുന്ന ഇന്ത്യയെ പറ്റിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ വിദേശ രാജ്യത്ത് പോയിരുന്ന് സംസാരിക്കുന്നത്. കോൺഗ്രസ് തോൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇദ്ദേഹത്തിന് പരാതിയുള്ളൂ. ജയിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് പരാതിയേയില്ല. ലോകത്തെ ഏറ്റവും വലിയ അനീതി നടക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ് ഇതുപോലുള്ള രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നുണ്ട് ഈ പബ്ലിക്കായിട്ട് ഇതുപോലുള്ള വിവരക്കേട് വിളിച്ചു പറയുന്നത്.